ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെസഹാകാലം 4-ാം വാരം ബുധനാഴ്ച. ആഗോള കത്തോലിക്ക സഭ വേദപാരംഗതയായ സിയന്നയിലെ വിശുദ്ധ കാതറിനെ അനുസ്മരിക്കുകയാണ്. പഞ്ചശതധാരിയായ വിശുദ്ധ, ദൈവത്തിൻ്റെ സ്വർഗീയ അരുളപ്പാടുകൾ ലഭിച്ചവൾ. അന്ത്യവിധിയെപ്പറ്റി ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുക: അത് ഭാവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് അനുദിന ജീവിതത്തിൽ ഓരോ വ്യക്തികളും അവരുടേതായ പ്രവർത്തനങ്ങൾ വഴി അവരുടെ ആത്മാവിന് നൽകുന്ന സമ്മാനമാണ് സ്വർഗമോ നരകമോ എന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുനാഥൻ ഒരു വിശ്വാസ പ്രഖ്യാപനമെന്ന രീതിയിൽ ഉച്ചത്തിൽ ജനങ്ങളോട് വിളിച്ചു പറയുന്നത് അവരുടെ തന്നെ വിശ്വാസത്തെ ഒന്ന് വീണ്ടും പരിശോധിക്കുവാനാണ്. എന്നെ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നതെന്ന്. പിതാവും പുത്രനും ഒന്നാണെന്ന് ഇതിനേക്കാളും വ്യക്തമായി എങ്ങനെയാണ് യേശുവിനെ പറയുവാനായിട്ട് സാധിക്കുക? ഞാൻ ലോകത്തിലേക്ക് വെളിച്ചമായി കടന്നു വന്നുവെന്നും എൻ്റെ വാക്കുകൾ കേൾക്കുന്നവർ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവരെ വിധിക്കില്ല, മറിച്ച് എൻ്റെ പിതാവ് അവരെ വിധിക്കുമെന്നാണ് പറഞ്ഞു വയ്ക്കുക. കാരണം യേശുനാഥൻ്റെ ദൗത്യം തൻ്റെ ദൈവജനത്തെ രക്ഷിക്കുവാനായിട്ടാണ്. രക്തം ചിന്തി രക്ഷിക്കുവാനായിട്ട് വന്നവൻ എങ്ങനെയാണ് ശിക്ഷിക്കുവാനായിട്ട് സാധിക്കുക? ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പരിത്യാഗ പ്രവർത്തനം ചെയ്തുകൊണ്ട്, സ്വയം ശൂന്യമാക്കിക്കൊണ്ട് സ്നേഹത്തിൻ്റെ പുതിയൊരു മാതൃക നൽകിയ യേശുനാഥൻ പിതാവിൻ്റെ കൽപ്പന അതുപോലെ പഠിപ്പിച്ചിരിക്കുന്നു. എന്തു പറയണമെന്നും എന്ത് പഠിപ്പിക്കണമെന്നും എന്നെ അയച്ച പിതാവ് എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നുവെന്നാണ്. ഇത് തന്നെയല്ലേ പരിശുദ്ധാത്മാവിനെ പറ്റിയും പറഞ്ഞു വയ്ക്കുക? എന്ത് പറയണമെന്നും എന്ത് പ്രവർത്തിക്കണമെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ അതേ കാര്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രവർത്തനം ഒന്നാണെന്നും അവർ ത്രിത്വൈക ദൈവമാണെന്നും വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. അങ്ങനെ പിതാവ് എന്തെല്ലാം പറയുന്നുവോ കൽപ്പിക്കുന്നുവോ അത് പുത്രൻ പ്രവർത്തിക്കുന്നു. ഇന്നത്തെ 1-ാം വായനയിലും അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നത് ദൈവവചനം വളർന്നു വ്യാപിച്ചുവെന്നാണ്. അതായത് എവിടെയെല്ലാം ജനങ്ങൾ ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ, അവരെത്രമാത്രം വചനത്തിൽ ആഴപ്പെടുന്നുവോ അത്രമാത്രം ദൈവവചനം തന്നെയാണ് വളരുന്നത്. ദൈവവചനം ദൈവം തന്നെ മനുഷ്യർക്ക് അനുഗ്രഹമായി മാറി നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കരുണയുടെ ഇടം. അത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങണം. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവൻ അവരുടെ മേൽ കൈവപ്പ് നടത്തി പറഞ്ഞയച്ചുവെന്നാണ് പറഞ്ഞു വയ്ക്കുക. പ്രാർത്ഥനയും ഉപവാസവും ഒരുപോലെ നമ്മുടെ ജീവിതത്തിലും അപ്പോസ്തലന്മാർ എപ്രകാരമാണോ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗ്യമാക്കിയത് അതുപോലെ നമുക്കും ഭാഗമാക്കാം. ദൈവസ്നേഹത്തിൽ ആഴപ്പെടാം. വിശുദ്ധ കാതറിൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, സ്വർഗവും ഭൂമിയും ഏറെ അടുത്തിരിക്കുന്നത് ദൈവവും മനുഷ്യനും ഏറെ ചേർന്നിരിക്കുന്ന അവസരത്തിലാണ്. നമുക്ക് ഭൂമിയിൽ സ്വർഗം പണിയുന്നവരാകാം. പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ജീവിതത്തെ നവീകരിക്കാം, വിശുദ്ധീകരിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.